അസ്സലാമു അലൈക്കും. ഞാനൊരു ബീഫ് കറി വയ്ക്കുക. ഇത് കൊച്ചുള്ളി, സവാള, കരിയാപ്പില, കിഴങ്ങ്, പിന്നെ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത്. ഇത് സാലാഡിനുള്ളതാണ്. ഇതൊരു ശകലം നെച്ചോറ് വയ്ക്കാനുള്ള സാധനം. പിന്നെ മസാലക്കൂട്ട് പൊടിച്ചത്. കുക്കർ വെച്ച് കുക്കർ ചൂടായി. ഇനി വെളിച്ചെണ്ണ ഒഴിക്കണം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കത്തുള്ളൂ. പിന്നെ കുറച്ച് കാര്യം കൂടെ ഇതിനകത്ത് ചെയ്യാനുണ്ടായതുകൊണ്ട് കുറച്ച് വെളിച്ചെണ്ണ മതി. ഉണ്ടല്ലോ. ഇത് ചൂടായി വരുമ്പം അത് ചൂടായി കഴിയുമ്പം എണ്ണ ചൂടായി വരുന്നത് കണ്ടോ? എണ്ണ ചൂടായി. ഇനി ഇത് കണ്ടോ, ഒരു ടീസ്പൂൺ വരും മസാലപ്പൊടി ഇടും. കണ്ടല്ലോ. ഇനി ഇതിനകത്ത് ഇടുന്നത് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി കുറച്ചേ ഉള്ളൂ. ഇറച്ചി ഇച്ചിരി ഉള്ളതായതുകൊണ്ട് അത് മതി കേട്ടോ. കുറച്ച് എണ്ണ ഇതായി വരുമ്പോഴത്തേക്ക് കരിയാപ്പിലയില്ലേ, കരിയാപ്പില ഇട്ട് ശകലം ഒന്ന് ഇതായാൽ മതി കേട്ടോ. വേറെ തോനെയൊന്നും ആവണ്ട. ഇനി ഇതിനകത്ത് ഇടുന്നത് കൊച്ചുള്ളിയും സവാളയും. ഇനി നമുക്കിതിനകത്ത് കൊച്ചുള്ളിയും സവാളയും ഇടാം. കണ്ടല്ലോ. ഇത്രയും വേണ്ട, ഇറച്ചി കുറവാണ്. ഇത് ഞാൻ കിഴങ്ങും കൂടി ഇടുന്നു. ഇറച്ചി കുറവായതുകൊണ്ടേ ഞങ്ങൾ രണ്ടുപേരുടെ ഉള്ളൂ. 1/2 കിലോ ഇറച്ചി എടുത്ത് ഞങ്ങൾ 2 ദിവസം എടുത്തു. കറി വെച്ച് വയ്ക്കത്തില്ല, ഇറച്ചിക്കറി. ഇതിനകത്ത് ഇടുന്നത് ഉപ്പ്, കുറച്ച് ഉപ്പ് ഇടുന്നുള്ളൂ. ഉള്ളി ശരിയായി വന്നേ, മൂത്ത് വന്ന്. ഇതേ ഉള്ള ഇറച്ചി തട്ടുക. ഇത് കിഴങ്ങ് ഇറച്ചിക്കകത്തിടാൻ വേവിക്കുക. ഉരുളൻ കിഴങ്ങ് ഞങ്ങൾക്ക് ഇറച്ചി മതി. ഇതിനകത്തൊരു ശകലം കുരുമുളക് പൊടിയേ ചേർക്കുന്നുള്ളൂ. പിന്നെ അരപ്പി ചേർക്കും. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇച്ചിരി ഇതായി വരുമ്പോഴത്തേക്ക് ഇത് ഒന്ന് തിളയ്ക്കാൻ പാവിച്ചു. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിക്കും. അത്രയേ ഉള്ളൂ. ഇനി നമ്മളൊരു പാൻ വെച്ച് അതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കണം. പാൻ ചൂടാവട്ടെ. ചൂടായിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കണം.
ഇനി നമ്മളിതിനകത്ത് കുറച്ച് നെയ്യ് ഒഴിക്കുക. വേണ്ട, നെയ്യ് അലിയുന്നതേ ഉള്ളൂ, ഫ്രിഡ്ജിലെടുത്ത് അങ്ങോട്ട് വെച്ചതേ ഉള്ളൂ. അത് ചൂടായി വരുമ്പോൾ അതിനകത്ത് നമ്മൾ ഈ അരി അങ്ങ് തട്ടും. ഈ അരി നമ്മൾ കുറച്ച് വറുത്തെടുക്കണം. കഴുകി വെച്ച അരിയാണേ, കഴുകി ഊറ്റി വെച്ച അരിയാണ്. നമ്മളത് കുറച്ച് വറുത്തിട്ട് ഇതിനകത്ത് 2 കരിയാപ്പില ഇടും. രണ്ട് മൂന്ന് കരിയാപ്പില ഇടണം. ഞങ്ങളുടെ വീട്ടിലെ കരിയാപ്പില കേട്ടോ. കരിയാപ്പില ഇട്ട് ഇതൊന്ന് നെയ്ക്കകത്ത് നമ്മളൊന്ന് വറുത്തെടുക്കണം അരി. ഇത് പെരുന്നാളിന് മേടിച്ചതിൻ്റെ അരിയുടെ ബാക്കിയാണ് അന്ന് ചോറ് വെച്ചതിൻ്റെ. എപ്പോഴും ബിരിയാണി ഒന്നും വെക്കുന്നതല്ല, പെരുന്നാളിന് ബാക്കി വന്ന അരിയാണ്. വറുക്കുമ്പം കണ്ട അരി കയറി. ഇതെന്തിനാണെന്നറിയാവുക, നമ്മൾ ഈ നെയ്യിൽ വറുക്കുന്നത് അരി ഒടിഞ്ഞു പോകത്തില്ല കേട്ടോ. അരി റെഡിയായി. ഇനിതാ വെള്ളം ഒഴിക്കുക. ഇതിനകത്ത് കുറച്ച് കാര്യങ്ങൾ ഇടാനുണ്ട്. ഇതൊന്നും ഞാൻ കാണിച്ചു തരാം. ഇത്രയും സവാളയും ഒരു പച്ചമുളകും കൂടെ ഇടണം. പച്ചമുളക് ഇടുന്നത് നല്ലതാണ് കേട്ടോ ചോറിന്. സവാളയും ഇനി ഒരു ശകലം എസൻസ് വെക്കും. ഇച്ചിരി മതിയേ, അത് മതി. അതിന് ഭയങ്കര മണമാണ്. പിന്നെ അതിന് ഒഴിക്കും ഞാൻ ചോറ്റിന്. ഈ തീ കൂട്ടി വയ്ക്കാം. ഉപ്പിടുക. ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് മതി. ഇളക്കിയത്. ഇനി ഇത് കറുകപ്പെട്ട ഗ്രാമ്പും പെരുംജീരകവും ഇട്ടത് കേട്ടോ. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ഇത് ഇച്ചിരി മസാലപ്പൊടി വെച്ചില്ല. ഇതാണ് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഇറച്ചിക്കറി. കണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മസാലക്കൂട്ട്. അരി കിടന്ന് തിളയ്ക്കുന്നതല്ല.
അതാ ഞാൻ പറഞ്ഞ എന്താ അരി നമ്മൾ ചോറ് ഒടിഞ്ഞ് പോക്കില്ല. കണ്ടല്ലോ, വറുത്ത് വേണം എപ്പോഴായാലും നെച്ചോറ് വെക്കുമ്പോൾ ചെയ്യാൻ. ഇത് നെച്ചോറിന് വറുക്കാനുള്ള സാധനങ്ങളാണ്. അത് ചോറ്റിനകത്തിടാം. ഇത് സാൽട്ട്, ഉപ്പും എല്ലാം ഇട്ടതാണ്. പിന്നെ ഇത് ബീഫ് കറിക്ക് താളിക്കാനുള്ള സാധനം എല്ലാം ചൂടാക്കുക. ഇനി ചോറ് കിടന്ന് തിളയ്ക്കുന്നതല്ല, വേവാനുണ്ട് ശകലം കൂടെ. ഇതിന് ചൂടാക്കി എടുത്തിട്ട് ഇതിനകത്ത് ഒഴിക്കും. എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിനകത്ത്. ഒരു ശകലം ഈ പെരുംജീരക കൂട്ടും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്നത് പൊടിച്ചിടത്തേ ഉള്ളൂ ഇതിനകത്ത് കേട്ടോ, അല്ലാതെ ഇടത്തില്ല. ഇത്തിരിയും കൂടെ നൂന്നാൽ മതി. അത് ഊറ്റിയെടുക്കത്തേ ഉള്ളൂ കേട്ടോ. കണ്ടോ, ശകലവും കൂടെ മൂക്കാനുണ്ട്. നമുക്ക് ഇതങ്ങ് വീഴ്ത്താം. ഇറച്ചി വേവിച്ചത് ഉപ്പ് വേണമെങ്കിൽ നമ്മൾ ഇട്ട് കൊടുത്താൽ മതി. നേരത്തെ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത്തിരിയും കൂടെ വെള്ളം വീഴ്ത്തും നമ്മൾ. അല്ല, സെറ്റായി. ഇനി നമ്മൾ ഇതിനകത്തിടുന്നത് കിഴങ്ങ. ഇറച്ചി കുറവാണ്, നമ്മൾ പാവത്തിങ്ങൾ. നമ്മൾ 1 കിലോ അര കിലോ ഇറച്ചി മേടിച്ചാൽ 2 ദിവസം എടുക്കും. ഞങ്ങൾ പെരുന്നാൾ കഴിഞ്ഞതിന് ശേഷം ഇപ്പോഴാണ് ഇറച്ചി മേടിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച 1 ദിവസം എടുത്ത്, ഇന്നൊരു ദിവസം മതി. ഞങ്ങൾക്കതൊക്കെ മതി. ഇറച്ചി കുറവാണ്, അതുകൊണ്ടാണ് ഈ കിഴങ്ങിടുന്നത്. നമ്മൾ ഉരുളൻ കിഴങ്ങിടുമ്പോഴേ ഇതിനകത്ത് നമ്മൾ കുറച്ച് താളിച്ചും കൂടെ ഒഴിക്കുമ്പോഴത്തേക്ക് കറി സെറ്റാവും. ഇപ്പം സെറ്റായി. എന്നാലും നമുക്ക് താളിച്ചൊഴിച്ചാലേ നമുക്ക് അതിനുള്ളൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇറച്ചി കുറവാണ്. പൊടിയനെ പോയന് ഒരു ഉപ്പ് വേണം കേട്ടോ. തീ കുറച്ചെടുക്കും. കറി വയ്ക്കുന്ന ഒരു ഉരുളൻ കിഴങ്ങിടണം കേട്ടോ. നമുക്കതിനൊരു ടേസ്റ്റാണ് ഇറച്ചിക്കറിക്കകത്തിടുമ്പോൾ. ഇനി നമ്മൾ ചെയ്യുന്നത്, എണ്ണ ചൂടായി വരുമ്പോൾ കരിയാപ്പല. ഉമ്മ പോയില്ലേ? ഉമ്മ പോകുമ്പോൾ ഫാനും കണക്കണേ. സവാള മുറിച്ചെടുക്കണം.
സോസിനിടാം. ഒത്തിരി ചൂടതിൻ്റെ ഇടയ്ക്ക്, ഭയങ്കര ചൂടങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക്. ചോറ് കണ്ട ഊറ്റി വെച്ചേക്കുന്നു. ഇനിയിപ്പം റെഡിയായി കിട്ടി. ഉള്ളി ഞാനിതെല്ലാം ഇനി ഒന്ന് മൂപ്പിച്ചെടുക്കട്ടെ, എന്നിട്ട് കാണിക്കാം. ആവശ്യത്തിന് സമയം കാണുന്നു. വേണ്ടേ, അതെല്ലാം ഒന്ന് മൂപ്പിച്ച് വെച്ച് ഇനി ഇത് ഇറച്ചിക്കറിക്ക് താളിച്ചൊഴിക്കാനാണ്. കടുകിട്ട്, ചിലർ കടുകിടത്തില്ലെന്നൊന്നും എനിക്കറിയത്തില്ല, ഞങ്ങൾ കൊല്ലക്കാരെല്ലാം കടുകിടും. ഇനി ഇതിനകത്ത് ഇറച്ചിക്കറിക്ക് താളിക്കാനുള്ളതാണ് തേങ്ങാക്കൊത്ത്, കരിയാപ്പില, കൊച്ചുള്ളി. നോക്ക് അല്ല, ഞാൻ അത് വെച്ചതേ നമുക്ക് നാളെ എടുക്കണ്ടേ. നമ്മളെ കൊല്ലത്തോട്ട് വരുമ്പം ചോറ് കഴിക്കാൻ ഒക്കത്തില്ലല്ലോ. ചമ്മന്തി അരച്ചിട്ട് വന്നിട്ട് ഇത് തേങ്ങ ഇരിച്ച് ചമ്മന്തി അരയ്ക്കാം. അടുപ്പ് കൂട്ടി ഇരിക്കുന്നതിൻ്റെ തോന്നുന്നു. ഇനി ഇത് മൂത്ത് വരണം, എന്നിട്ട് ഇറച്ചിക്കറിയിലോട്ട് ഒഴിച്ച് ഇറച്ചിക്കറി സെറ്റായി. ചോറും കൂടെ സെറ്റാക്കി കഴിഞ്ഞാൽ ജോലി ഒതുങ്ങി. ഞാൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ എനിക്ക് രാവിലെ എല്ലാം കറക്റ്റ് 7:30 ആകുമ്പം വീട്ടിലെ ജോലി ഒതുങ്ങണം. എന്നിട്ട് തൂത്തുവാരി തുടച്ച് വൃത്തിയാക്കി കുളിക്കണം. സുഖമില്ലെങ്കിലും എന്തുമായാലും ഇതൊരു ശീലമാണ്. എണ്ണ കുറച്ചേ ഒഴിച്ചോളൂ, ഓൾറെഡി അതിനകത്തുണ്ട്. ഞങ്ങൾ ഇതിനകത്ത് വാടി വരുമ്പോൾ ഒരു അര തക്കാളി ഇടും കേട്ടോ. എനിക്കറിയത്തില്ല, ചിലരിടുമോയെന്ന് അറിയത്തില്ല. തക്കാളി ഇട്ട് കണ്ടോ, അതൊന്ന് വാട്ടത്തേ ഉള്ളൂ. അതിൻ്റെ സ്മെല്ലൊന്ന് പോകും, അത്ര മാത്രമേ ഉള്ളൂ. മറ്റേത് അന്നേരം മൂത്ത് വരും. കണ്ടല്ലോ, ഇങ്ങനെയാണ് ഞങ്ങളുടെ നാട്ടിൽ ഇറച്ചിക്കറി വയ്ക്കുന്നത്. ഇത് കറക്റ്റായി ഉണ്ടല്ലോ. നമ്മളിത് ഇറച്ചിക്കറിയിലോട്ട് ഒഴിക്കും. കണ്ട,
ഇതിനകത്ത് ഇറച്ചിക്കറിയിൽ ഒഴിച്ചിട്ട് ഇത് നമ്മൾ താളിച്ചത് ഒഴിച്ചതാണേ. എന്നിട്ട് ഇതിങ്ങനെ ഇളക്കി വെക്കുക. എന്താ പറഞ്ഞിട്ടേ, പിന്നെ തക്കാളി അതിൽ ശരിയായിക്കോളും. കണ്ടല്ലോ, ഇത് സാലഡ്. ഇനി ഞാൻ ചോറ് സെറ്റാക്കാനായിട്ട് പാത്രം അടുപ്പിൽ വെച്ച് നെയ്യ് ഒഴിച്ച് ഇനി അതൊന്ന് ചൂടാക്കണം. അതിങ്ങനെ നമുക്ക് കറക്കിയെടുക്കും. എന്താ കാരണം എന്ന് വെച്ചാൽ നമുക്കതേ ചോറ് പിടിക്കരുതല്ലോ, അതുകൊണ്ടാണ്. പാത്രം കണ്ട് ആരും ഞെട്ടല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ചത്തെ വീഡിയോയിലും പറഞ്ഞു. ഇനി നമ്മൾ ഈ ചോറ് ഇതിനകത്ത് തട്ടും. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ എപ്പോഴായാലും അരി വറുത്തേ വെക്കാവുള്ളൂ നെയ്ക്കകത്ത്. അന്നേരം ചോറ് ഒടിഞ്ഞു പോകത്തില്ല. അങ്ങനെ ചെയ്യാവുള്ളൂ കേട്ടോ. ആര് നെച്ചോറ് കണക്ക് വെക്കുന്നത് പറ്റിച്ചു വയ്ക്കും. ഇതിപ്പം നെച്ചോറാന്ന് പറയാൻ പറ്റത്തില്ല. അതിനകത്ത് ഞാൻ ഒത്തിരി സാധനമൊന്നും ഇട്ടില്ല. അത് ഉമ്മായിക്ക് ഇഷ്ടമല്ല കേട്ടോ, അതുകൊണ്ടാണ്. ഉമ്മായിക്ക് ഇഷ്ടം ഇങ്ങനെയൊക്കെ കഴിക്കുന്നു. നെയ്യാണെങ്കിൽ വരുന്നില്ല. അതാ, എന്നിട്ട് ഇങ്ങനെ കുറച്ച് നെയ്യ് ഒഴിക്കും. ആ നെയ്യ് ഒഴിക്കുമ്പം ഞങ്ങൾ മല്ലിയില ചേർക്കില്ല കേട്ടോ. മല്ലിയിലയോടൊരു താല്പര്യമില്ല. ആരും വിചാരിക്കല്ലേ ഒന്നും. അതങ്ങോട്ട് ഫോൺ വെച്ചാൽ നമുക്ക് ഫോൺ പിടിക്കാനൊന്നും ആരുമില്ല. ഞങ്ങൾ തോനെ അണ്ടിപ്പരിപ്പോ മുന്തിരിങ്ങയോ ഒന്നും ചേർക്കത്തില്ല. നല്ലല്ലോ. ഇച്ചിരി നെയ്യും കൂടെ നടുക്ക് വരണം, എന്നാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടും. പിന്നെ ഒരു ശകല എസൻസും ചേർത്തിട്ടും കേട്ടോ. അതിച്ചിരി മണം കിട്ടാൻ വേണ്ടിയാണ്, വേറൊന്നിനല്ല. ഒരു ശകലേ വീത്തുന്നുള്ളൂ. ഞാൻ വീത്തി അത് വെച്ച് എനിക്ക് ഫോൺ ഇങ്ങോട്ട് പിടിക്കേണ്ട വന്നു. ഇനി ഇത് ഒരു 10 മിനിറ്റ് അടച്ച് വയ്ക്കും. 10 മിനിറ്റ് വേണ്ട, 5 മിനിറ്റ്. അങ്ങനെ എൻ്റെ ജോലി ഫിനിഷായി. ഇനി ഞാൻ കാണിച്ചു തരാം ഞാൻ ചെയ്ത. കണ്ട, ആവി വറക്കുന്ന ചോറിന്. പിന്നെ സാലഡ്, ഇറച്ചിക്കറി. ഇനി ഒരു പപ്പടവും കൂടെ മേടിക്കുമ്പോൾ പപ്പടം മേടിച്ച് ഉച്ചയാകുമ്പോഴത്തേക്ക് പൊരിക്കും. കറക്റ്റായി. കണ്ടല്ലോ, ഇപ്പോൾ സമയം 8 മണിയായി. എല്ലാം ഫിനിഷായി. അടുക്കളയും ഇതാ, നമ്മളെപ്പോഴും ജോലി കഴിഞ്ഞാൽ നമ്മൾ അടുക്കള ഫിനിഷാക്കണം. ഇത് നാളത്തേക്കുള്ള ചോറ് ഞാൻ വെച്ചേക്കുക. നാളെ എനിക്ക് കൊല്ലത്ത് പോകണം. കണ്ടല്ലോ എൻ്റെ അടുക്കള. അതെല്ലാം ചോദിക്കുമോ നീ മാത്രമേ ഇത് ചെയ്യത്തുള്ളൂ. നല്ല, നമ്മളെപ്പോഴായാലും നമ്മുടെ ജോലി കഴിഞ്ഞാൽ ഉടനെ അടുക്കള ക്ലീൻ ചെയ്യുക. അതാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആരെങ്കിലും കയറി വരുമ്പോൾ പറയൂ ഇവിടെ അടുക്കള കിടക്കുന്ന കണ്ടോ എന്ന് ചോദിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ പറഞ്ഞത് കേട്ടോ, ഒന്നും തോന്നില്ലേ. എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. സഫ് ചെയ്യാത്തവർ സഫ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. ഇത്രയേ ഉള്ളൂ.